വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പ്രകാശത്തിൻ്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ. ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് rays when they pass from one transparent medium to another caused by changes in light speed. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാൽ എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ അപവർത്തനം. പ്രകാശകിരണങ്ങൾ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശവേഗതയിലെ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വളവാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാൽ എന്തെന്ന് ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. പ്രകാശകിരണങ്ങൾ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശവേഗതയിലെ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന വളവാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണം. ഇപ്പോൾ ടെസ്റ്റ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ. അപ്പോൾ നോട്ടാണിത് കേട്ടോ. ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം, when light travels through a single medium, the path of light will be a straight line. Why? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത ഒരു നേർരേഖ ആയിരിക്കും. എന്തുകൊണ്ട്? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത ഒരു നേർരേഖയിലായിരിക്കും. എന്തുകൊണ്ട്? Because in a single medium there is no change in the speed of light. കാരണം ഒരൊറ്റ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നാണ് കേട്ടോ. മാറ്റമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ ഇതുപോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ വേഗതയും അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കേട്ടോ. പ്രകാശത്തിൻ്റെ വേഗതയും അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കേട്ടോ. അത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മീഡിയം ഏതൊക്കെ മാധ്യമത്തിലൂടെയാണ് ഇത് പോകുന്നത്? എയർ ആണെങ്കിൽ ഇത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്തോറും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങളെ? എയറിൻ്റെ പ്രകാശ വേഗത അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ അല്ലെങ്കിൽ വായുവിൻ്റെ പ്രകാശവേഗത അല്ലെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് വാട്ടറാണ്, ജലത്തിൻ്റെ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണേ. അതിൽ കുറവാണ് ഗ്ലാസിൻ്റെ 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഡയമണ്ട് ഏറ്റവും കുറവ് ഡയമണ്ട് ആണ് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് എയറിനുമാണ്. സ്പീഡ് ഏറ്റവും കുറവുള്ളത് ഡയമണ്ടിനുമാണ്. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏറ്റവും എയറിന് സ്പീഡ് കൂടുതൽ അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഡയമണ്ടിന് ഏറ്റവും കുറവാണ് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 ഓക്കെ ആണോ? 3 ഓക്കെ. അടുത്ത 4ാമത്തെ ചോദ്യം, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡാഷ് ഇൻ ഡിഫറൻറ്റ് മീഡിയം. 3ാമത്തെ ചോദ്യം, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡാഷ് ഇൻ ഡിഫറൻറ്റ് മീഡിയം. പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്ത മാധ്യമങ്ങളിലാണ്. എങ്ങനെയാ? ഡിഫറൻറ്റ് മീഡിയം. അതും പടം ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ മാധ്യമം എയറും വാട്ടറും ഇതൊക്കെയാണ് മാധ്യമം. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മീഡിയം എന്ന് വെച്ചാൽ എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇതൊക്കെ മീഡിയം അല്ലെങ്കിൽ മാധ്യമങ്ങളാണ്. ഇത് പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്ത മാധ്യമങ്ങളാണെന്ന് കേട്ടോ. അതൊരു ടെസ്റ്റിലെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 5ാമത്തെ, വാട്ട് കോസസ് ദ ചേഞ്ച് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ്. പ്രകാശകിരണത്തിൻ്റെ ദിശയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? പ്രകാശകിരണത്തിൻ്റെ ദിശയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? What causes the change in the direction of the ray of light? It is due to the change in the speed of light when light passes from one medium to another. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ
പ്രകാശത്തിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് കാരണം. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. വാട്ട് കോസസ് ദ ചേഞ്ച് ഇൻ ദ ഡിറക്ഷൻസ് ഓഫ് ദ റേ ഓഫ് ലൈറ്റ്? പ്രകാശകിരണത്തിൻ്റെ ദിശയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? എന്താ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് കാരണം. 6ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കണ്ടീഷൻസ് ഓഫ് ദ റിഫ്രാക്ഷൻ? എന്തെല്ലാം? അപവർത്തനം. റിഫ്രാക്ഷൻ്റെ മലയാളം അപവർത്തനം എന്നാണ്. ഈ അപവർത്തനത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് കേട്ടോ? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണെങ്കിലേ അപവർത്തനത്തിൻ്റെ അവസ്ഥകൾ കണ്ടീഷൻ എന്തൊക്കെയാണ്? എന്താ? ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിക്കണം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കണം. ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ. അതുപോലെ ലൈറ്റ് മസ്റ്റ് എൻ്റർ ഒബ്ലിക്വൻലി. ആ വാക്കൊന്ന് പഠിച്ചോണ്ടെങ്കിൽ QUELY എന്ന്. ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഏതെന്നുള്ളതാണ് 2 മാർക്കിൻ്റെ 2 വരിയുള്ളൂ. അത് പഠിക്കണം കേട്ടോ. അടുത്ത, ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഡാഷ്. പ്രകാശകിരണത്തിൻ്റെ പതനത്തിൻ്റെ പാതയിൽ വ്യതിയാനം എങ്ങനെയായിരിക്കും? നോർമലായിരിക്കും കേട്ടോ. സാധാരണ രീതിയിലായിരിക്കും, നോർമലി. ഈ ടെസ്റ്റിലൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്തിൽ വലതുവശത്ത് ഒരു ചോദ്യമുണ്ട്. വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്തിൻ ദ ത്രൂ. അതായത് അതിനകത്തുള്ളൊരു ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി അവിടെ സഞ്ചരിക്കുന്നതെന്ന് ആ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. വായു, ജലം കേട്ടോ. പിക്ചർ 1.2 എന്ന് പറയുന്ന പിക്ചറിൻ്റെ ഒരു ആൻസറാണ് കേട്ടോ. വായുവും എയർ ആൻഡ് വാട്ടർ. 8. 9ാമത്തെ ചോദ്യം, എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ? എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രത. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ പ്രകാശിക സാന്ദ്രത. ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡാഷ്. അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗത എന്താണെന്ന് അവിടെ കുറയുന്നു, ഡിക്രീസ് ആവുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ആവുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താകുന്നു? അവിടെ ഡിക്രീസ് ആവുന്നു. പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശവേഗത കൂടുന്നു. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ആകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ ഡിക്രീസ് ആവുന്നു. കണ്ടോ? ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ആകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു. തിരിഞ്ഞു പോലെ ത്രൂ ഡാഷ് ട്രാവൽ വിത്ത് ഹൈ സ്പീഡ്. ഏത് മാധ്യമത്തിലാണ് പ്രകാശവേഗത കൂടുതലായിട്ടുള്ളത്? ത്രൂ ഡാഷ് ട്രാവൽ വിത്ത് ലോ സ്പീഡ്. ഹൈ സ്പീഡ് എന്തോത്തിൻ്റെ ആയിരുന്നു? ഹൈ സ്പീഡ് എയറിലാണ് കേട്ടോ. ഹൈ സ്പീഡ് എയർ. ഏത് മാധ്യമത്തിലാണ് പ്രകാശവേഗത കൂടുതൽ? എയറിലാണ്. അപ്പോൾ ഏറ്റവും കുറവോ ലോ സ്പീഡ് എന്തോത്തിലായിരിക്കും? ഡയമണ്ടിലായിരിക്കും. നമ്മൾ ഫസ്റ്റ് അല്ലേ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. എയറിനാണെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എയർ, അതായത് വായു. പക്ഷെ ഡയമണ്ടിന് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ഏത് മാധ്യമത്തിലാണ് പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ളത്? വായുവിലാണ്, എയറിലാണ്. അതുപോലെ തന്നെ ത്രൂ ഡാഷ് ട്രാവൽ വിത്ത് ലോ സ്പീഡ് ഉള്ളത് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രത്തിലാണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി എ ഡാഷ്. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത ഒരു നേർരേഖ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമ്മൾ ആംഗിൾ ഓഫ്
റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അതിനകത്തിലെ സെയിം ഇത് തന്നെ ആവുന്നില്ലേ, നോക്കിക്കേ. ഇൻസിഡൻറ്റ് റേ, ഇതൊരു സ്മൂത്ത് സർഫസ് ആയിക്കോട്ടെ, ഇത് അതിനകത്തുള്ള ഇൻസിഡൻറ്റ് റേ ഏതാണ്ട് വന്ന് പതിക്കുന്നു, കണ്ടോ? അതിനെ ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നോർമലായിട്ട് നമ്മൾ, ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിച്ചത്? നോർമലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത്. കേട്ടല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുണ്ട് 6. അതാണ്ട് ഇവിടെയാണ് ആംഗിൾ, നമുക്ക് ഇത് അറിയേണ്ടത്. ഇതെല്ലാം പോട്ടെ, അതാണ്ട് ഇതാണ് അറിയേണ്ടത്. റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റഡ് റേ, അത് നേരെ വന്നിട്ട് നേരെയാണോ അടിക്കുന്നത്? നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ സ്പേസിലോട്ട് ഇവിടോട്ട് വന്നിട്ട് നേരെയല്ല പോകുന്നത്. എന്താണ്? അതാണ്ട് ഇവിടെ വന്നിട്ട് ചരിഞ്ഞാണ് പോകുന്നത് കേട്ടോ, ചരിഞ്ഞ്. ആ ചരിഞ്ഞ് പോകുന്നതാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി എന്ന് പറയുന്നത് കേട്ടോ. ആംഗിൾ ഓഫ് റേ, ആംഗിൾ ഓഫ് എന്താ ഇൻസിഡൻറ്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്, റിഫ്രാക്ഷൻ ഓഫ് റേ. നമുക്ക് ഇതാണ് അറിയേണ്ടത്, റിഫ്രാക്റ്റഡ് റേ കേട്ടോ. ഈ പടം ഒന്നുകൂടെ നോക്കണേ നിങ്ങളെ, നോക്കിക്കേ. ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്ന് പതിക്കുന്നത്, പതനരശ്മി. ഈ ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, അതായത് പതന കോണ്, ആംഗിളാണ് കേട്ടോ. അപ്പം രശ്മി, റേ ആണ് രശ്മി, ആംഗിളായപ്പോൾ കോണാണ്, പതന കോണ്. അത് വന്ന് ഇവിടെ വന്ന് തട്ടിയിടുന്നുണ്ട് ഇങ്ങോട്ട്, കണ്ടോ? നേരെ അല്ല വന്നിരിക്കുന്നത്, കണ്ട് ഇങ്ങനെ ചരിഞ്ഞാണ്. റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ്, ഈ 6 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കേട്ടോ. റിഫ്രാക്ഷൻ നമ്മൾ പഠിക്കുന്നത് തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 15. അടുത്ത 16ാമത്തെ ചോദ്യം, കോസസ് ഓഫ് റിഫ്രാക്ഷൻ. ഈ പ്രകാശത്തിൻ്റെ അപവർത്തനത്തിൻ്റെ കാരണം എന്താണ്? കോസസ് ഓഫ് റിഫ്രാക്ഷൻ, പ്രകാശത്തിൻ്റെ അപവർത്തനത്തിൻ്റെ കാരണം ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഓഫ് മീഡിയയാണ്. പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. ഒറ്റ വരിയേ ഉള്ളൂ, ഒരു മാർഗ്ഗം കേട്ടോ. ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഓഫ് മീഡിയ. ഓക്കെ ആണോ? അടുത്ത 17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? അത് നോക്കണമല്ലേ. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? അതിന് എൻ എന്നാണ് നമ്മൾ, സ്മാൾ ലെറ്റർ എൻ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്വം. വാക്വം എന്നുള്ളതിന് നമ്മൾ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയത്തിന് വി എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കിയോ? ഒരു മാധ്യമത്തിൻ്റെ അപവർത്തന സൂചിക എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശൂന്യതയിലുള്ള പ്രകാശ വേഗതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സി എന്ന അക്ഷരം കൊണ്ടും മാധ്യമത്തിലുള്ള പ്രകാശ വേഗതയെ നമ്മൾ വി എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എഴുതാം? എൻ ഈസിക്കൽ ടു സി ബൈ വി എന്ന, അതിൻ്റെ കണക്കുണ്ട്, അന്നേരം ഞാൻ പറയാം. അപ്പോൾ അതിനകത്ത് റിഫ്രാക്ഷൻ എന്നാൽ എന്താ? നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? ചാപ്റ്ററിൻ്റെ പേര് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്നൊന്ന് അറിഞ്ഞിരിക്കണം കുട്ടികളെ. അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് മുമ്പേ ഒബ്ലിക്വലി എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയം. ദീസ് ഫിനോമിനൻ ഈസ് കാൾഡ് റിഫ്രാക്ഷൻ. നമ്മൾ പാഠത്തിൻ്റെ പേര് തന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് കേട്ടോ. പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാണ്. അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചാൽ കണ്ടോ മലയാളവും ഇംഗ്ലീഷും കൊണ്ട് എഴുതിയെടുക്കണം കേട്ടോ. 18ാമത്തെ ചോദ്യമാണ്. അടുത്ത ചോദിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ അപവർത്തനാങ്കം എന്നാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്നാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് ഇത് ഇനി അങ്ങോട്ടുള്ള കണക്കാണെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അതായത് അപവർത്തനാങ്കം എന്നാണ് അതിൻ്റെ മലയാളം.
ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ പ്രവേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അതായത് സി ഡിനോട്ട്സ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് വി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. കേട്ടോ, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തെയും വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തെയും. അപ്പം N = C/V. അതിൻ്റെ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ട് എന്താ സി. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഒരു മാർക്കിന് ചോദിക്കാം 3 × 10⁸ m/s ആണ്. ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണത്തിൻ്റെ പഠിച്ചതാണ്. ഏതാ എയറിൻ്റെ അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അടുത്ത് നോക്കി, ഇത് ബോക്സിലുണ്ടോ? ഇതൊരു കണക്കായിട്ടാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഡിഫറെൻറ്റ് മീഡിയം ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ഫസ്റ്റ് അതിൻ്റെ എയർ നമുക്കറിയാം. എയറിൻ്റെ സ്പീഡ് 3 × 10⁸ m/s ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്താ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ വി ആണ്. എന്താണ്? വി ആണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. N = C/V ആണ്. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റിനാണ് വി എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതായത് N = C/V ആണ്. സി എത്രയാണ്? സി നമുക്കറിയാം. ഏതാ സി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? 3 × 10⁸ m/s അല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 × 10⁸ m. അതിനെ എന്ത് ചെയ്യണം? സ്പീഡ് ഓഫ് എന്താ വി കൊണ്ട്, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അതേ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. കേട്ടോ, C/V ആണ്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2 × 10⁸ m/s ആണ് അവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പം സി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കണ്ടോ എത്ര? 3 × 10⁸ ആണ് സി. വി ആണ് നടി തന്നിരിക്കുന്നത് വി. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. 3 × 10⁸ 2 × 10⁸ 1 പോയിന്റ്. അതായത് ഈ 10⁸ 10⁸ അങ്ങ് വെട്ടിപ്പോവും. പിന്നെ ഏതേ ഉള്ളൂ? 3/2 ഉള്ളൂ. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1.5 ആണ് കിട്ടുന്നത്. ഇനി വാട്ടറിൻ്റെ തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് അതായത് വി തന്നിട്ടുണ്ട്. 2.25 × 10⁸ വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സി നമുക്കറിയാം. N = C/V. സി എല്ലായിടും നോക്കണേ. സിയുടെ എത്ര കൊടുത്തേക്കുന്നത്? 3 × അപ്പം നമ്മൾ 3 × 10⁸ മേളിൽ കിടക്കുന്ന ഈ 10⁸ എല്ലാം അങ്ങ് വെട്ടിക്കളയണം. ബാക്കി എന്തോ നോക്കണം. 3/2.25 ആണ്. 3/2.25. 3നെ 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.3333 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. കേട്ടോ, ചെയ്തു നോക്കണേ. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ട് ഈസ് 2.5 വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4 ആണ്. വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? = സ്പീഡ് ഓഫ്, നമ്മൾ പഠിച്ച ഇക്വേഷൻ സ്പീഡ് ഓഫ് വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ഇൻ ഡയമണ്ട് ആണെന്ന്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 2.4 ആണ്. സി എത്ര ആണെന്നും വി എത്ര ആണെന്നും. സി നമുക്കറിയാം 3 × 10⁸ ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനെ ഇപ്പുറത്ത് എഴുതാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? 3 × 10⁸ ബൈ ഇതിങ്ങിപ്പുറത്ത് വരുമ്പോൾ ബൈ 2.4. അപ്പോൾ എന്ത് ചെയ്യണം? 3നെ 2.4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.25 × 10⁸ വരും. കേട്ടോ, അത് ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ N എന്ന് പറയുന്നത് C/V ആണ് അല്ലേ? N ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 2.4 ആണ്. സി എത്രയാണെന്ന് നമുക്കറിയാം 3 × 10⁸ ആണ്. അപ്പോൾ വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. N = C/V ആണെങ്കിൽ V = C/N ആണ്. കേട്ടോ, N = C/V ആണെങ്കിൽ V = C/N ആണ്. അതാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. 1.25 × ഇതിൽ കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് പറ. ഞാൻ കണക്കായിട്ട് മാത്രം ഇട്ട് തരാം. സംശയമുള്ളവർ, ഇത് ഓൾറെഡി എല്ലാം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങ് പറക്കി എഴുതിയാൽ മതി. കേട്ടോ, ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമെങ്കിൽ ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടെ എഴുതിയിട്ടുണ്ട്. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്. ഈ അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമങ്ങളിലെ പ്രകാശവേഗം കുറവായിരിക്കുമെന്നാണ്. The speed of light is less in the medium of a higher refractive index. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. കേട്ടോ, the speed of light is less in a medium of a higher refractive index.
അപ്പോൾ 23 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ടോ നിങ്ങളെ? ആദ്യത്തെ ഒന്നാമത്തെ പാഠത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറ, നമുക്ക് തുടർന്നെടുക്കാം കേട്ടോ. അതല്ല ഇതൊന്നും ഞാൻ ടെസ്റ്റ് കൂടെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും സമയം പോകുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ എല്ലാ കൈ ടെസ്റ്റ് ഇരിപ്പുണ്ട്. ഇനി അതും വായിച്ചുകൊണ്ട് നമുക്കിരിക്കേണ്ട നോട്ടാണിത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയും. നിങ്ങളെ നമുക്ക് ബാക്കിയിടാം. നിങ്ങളുടെ മാത്സിൻ്റെയും ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഒക്കെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് എഴുതി എടുത്ത് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ നിങ്ങളാ, താങ്ക് യു.